ഈ ഒരു ഭവിഷ്യവാണി നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും നടക്കുന്നതാണ്, സത്യമായി മാറുന്നതാണ്. അപ്പോൾ അതെന്താണ് ആ ഭവിഷ്യവാണി എന്ന് നോക്കാം. നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ചില വാതിലുകൾ ദൈവം മനഃപൂർവ്വമായിട്ട് അടയ്ക്കാൻ പോവുകയാണ്. കാരണം അത് അടയ്ക്കാൻ കാരണം നിങ്ങളത് ഡിസർവ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ആ വാതിലുകൾ ദൈവം മനഃപൂർവ്വമായിട്ട് അടയ്ക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ എൻ്റെ റീഡിങ്ങിൽ മാത്രമല്ല ഈ ഒരു മെസ്സേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മറ്റു പല ആൾക്കാരുടെ റീഡിങ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിലും ഇതേ സെയിം മെസ്സേജ് വന്നിട്ടുണ്ടാവും. അതായത് ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഡിസർവ് അല്ലാത്ത കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് റിലീസാക്കാൻ പോവുകയാണ്. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്കൊരു പേടി തോന്നുകയാണ്. നിങ്ങൾക്ക് വേണ്ടി എല്ലാ വഴികളും അടഞ്ഞുപോയി എന്നുള്ള പേടി തോന്നുന്നെങ്കിൽ അത് വെറും ഒരു ഇലൂഷൻ മാത്രമാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചോളൂ. അത് സത്യമായിട്ടുള്ള കാര്യം അല്ല. ഇവിടെ ഇനി നിങ്ങൾക്ക് ലൈഫിൽ എന്ത് കാര്യമാണോ ലഭിക്കാൻ പോകുന്നത് അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾക്കൊരു സമാധാനം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ലൈഫായിരിക്കും ലഭിക്കാൻ പോകുന്നത്. എല്ലാ രീതിയിലും ഒരു യൂസ് നിങ്ങൾക്ക് ആ ഒരു ലൈഫിൽ നിന്ന് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഓരോ മോർണിംഗും വളരെ മനോഹരമായിരിക്കും. നിങ്ങൾക്ക് തന്നെ തോന്നും ഇത്ര നാൾ എന്ത് സങ്കടമായിരുന്നു, ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ സങ്കടം പോലെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു എനർജി, രാവിലെ എണീക്കുമ്പോൾ ഒരു എനർജി, ജീവിക്കാനൊരു എന്തോ ഒരു എനർജി തോന്നുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. എന്തോ ഒരു വലിയ ടെൻഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസായി പോയതുപോലെ നിങ്ങൾക്ക് തോന്നും. ഇനി നിങ്ങളുടെ ലൈഫിലെല്ലാം നല്ലതായിട്ട് മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. യൂണിക്കോണിൻ്റെ ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സാഹചര്യം കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു മോശം ഫീലിംഗ് ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ പ്രകൃതി നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ഈ ഒരു സമയം ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എൻ്റെ സപ്പോർട്ടിന് എൻ്റെ ദൈവമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ യൂണിവേഴ്സ് ഉണ്ട്, അദ്ദേഹം എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നും. ഇവിടെ അദ്ദേഹം ഏതെങ്കിലും രൂപത്തിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ ശ്രമിക്കും, ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഉറപ്പായിട്ട് ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ദൈവം എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇത് എന്ന്. അതായത് ഒരു സൈഡ് നിങ്ങൾക്ക് വിഷമം കിട്ടിയെങ്കിൽ അനേകം സൈഡിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു വാതിൽ അടയുമ്പോൾ അനേകം വാതിൽ തുറക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. യൂണിക്കോണിൻ്റെ ആ ഒരു എനർജി വളരെ നല്ല ഒരു ലൈഫ് നിങ്ങൾക്കുണ്ടാകുമെന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇത് മുന്നേ ഒന്നും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവത്തില്ല, ആദ്യമായിട്ടായിരിക്കും സംഭവിക്കുന്നത്. അതായത് ഇരുട്ടിൽ നിന്ന് നിങ്ങൾ വെളിച്ചത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതുവരെയും ഇങ്ങനൊരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇങ്ങനൊരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇത്രയും വലിയൊരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഉണ്ടാവുന്നത്. ഒരു പ്രാവശ്യം അക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് ഒന്ന് പാടായിരിക്കും, പക്ഷേ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ഈ പരിവർത്തനത്തിന്. അതായത് ഒരു വ്യക്തിക്ക് സ്ഥാന പരിവർത്തനം ഉണ്ടാവത്തില്ല, അതേപോലെ ഒരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു വ്യക്തിക്ക് ഒരു സ്ഥാനത്തോട് ഭയങ്കരമായിട്ടൊരു മോഹം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ഭയങ്കരമായിട്ടൊരു മോഹം ഉണ്ടായിരിക്കും. അതിൽ നിന്ന് അവരെ എങ്ങനെ മാറ്റാം എന്നുള്ള രീതിയിൽ ഒരു സ്ഥാന പരിവർത്തനം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ ജീവിക്കുന്ന ആ ജീവിതത്തിൽ ഒരു എന്താ പറയുക, ഒരു കാറ്റ് വന്ന് ആ ജീവിതം ഒന്ന് ആടി ഉലയത്തില്ലേ, അതേപോലെ ജീവിതം ഒരു രീതിയിൽ നിന്ന് മറ്റൊരു രീതിയിലേക്ക് മാറുന്നതായിട്ട്, അതായത് ഒരു ഫേസിൽ നിന്ന് വേറൊരു ഫേസിലേക്ക് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ചില ആൾക്കാർ ഈ രീതിയിലുള്ള സിറ്റുവേഷനിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അവർ പുറമേ ചിരിക്കുന്നുണ്ടാവും, ഉള്ളിൻ്റെ ഉള്ളിൽ അവർ എന്തുമാത്രം വേദന അനുഭവിക്കുന്നുണ്ടെന്ന് അവർക്കേ അറിയത്തുള്ളൂ. ചില ആൾക്കാർക്ക് അവരുടെ സ്ഥാനം നഷ്ടപ്പെട്ടു, ചില ആൾക്കാർക്ക് ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത് നഷ്ടമായി. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളായിരിക്കാം. എനിക്കറിയാം 555 ആ ഒരു എനർജി, അതായത് പെട്ടെന്നായിരിക്കും ലൈഫിൽ ചേഞ്ച് ഉണ്ടാകുന്നത്. ആ ചേഞ്ച് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ കൂടെ ആയിരിക്കാം ചിലപ്പോൾ കടന്നു പോകേണ്ടി വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ലൈഫിൻ്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് റിലാക്സ് ആയിട്ടിരിക്കാനാണ് ഈശ്വരൻ പറയുന്നത്. നല്ല രീതിയിൽ ആഹാരമൊക്കെ കഴിക്കണം. നിങ്ങൾ വിഷമത്തിലാണ് ഇരിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യമൊന്നും ഇപ്പം നോക്കുന്നില്ല. നിങ്ങൾ നല്ല രീതിയിൽ ആഹാരവും എല്ലാം കഴിച്ച് നിങ്ങളുടെ ആരോഗ്യം സൂക്ഷിച്ച് റിലാക്സ് ആയിട്ട് ഇരിക്കുക. നിങ്ങൾ മനസ്സൊന്ന് ശാന്തമായിട്ട് വയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങൾ 5 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങളുടെ വർക്ക് എന്താണോ അതിൽ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക.
എന്ത് മാറ്റമാണോ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനെ അക്സെപ്റ്റ് ചെയ്യുക. കാരണം ഇന്ന് നിങ്ങൾക്ക് കുറച്ചൊന്ന് പാടായിട്ട് തോന്നും നിങ്ങളുടെ ഈ ഒരു മാറ്റം. പക്ഷേ നാളെ ഇത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾ പറയുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പരിവർത്തനം അക്സെപ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്വന്തം നാവാൽ പറയും, അന്ന് എനിക്ക് ആ ഒരു പരിവർത്തനം സംഭവിച്ചുകൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ലൊരു ലൈഫ് ലഭിച്ചതെന്ന് നിങ്ങൾ പറയും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ഥിരത വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ കൂടുതലായിട്ടും വൈറ്റ് കളർ വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ചായിരിക്കും. എപ്പോഴും വൈറ്റ് കളർ വസ്ത്രം ധരിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടും. ഇല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിച്ച ആൾക്കാർ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇതെന്താ ആൾക്കാർ കൂടുതലായിട്ടും വൈറ്റ് കളർ യൂസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും. വൈറ്റ് കളർ കർച്ചീപ്പ് നിങ്ങൾ എപ്പോഴും എനി ടൈം നിങ്ങളുടെ കയ്യിൽ വയ്ക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ഈ ഒരു സമയം എന്തോ വലിയൊരു പരിവർത്തനം ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ആരുടെയെങ്കിലും കള്ളത്തനം നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കാം ചിലപ്പോൾ. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻസ് വളരെ മോശമായിട്ടാണ് പോകുന്നത് എങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സ്ഥിതി വന്നിട്ട് നിങ്ങളുടെ ആ ഒരു മോശം സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫേവറായിട്ട് നല്ല സിറ്റുവേഷനായിട്ട് മാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒരു വ്യക്തിക്ക് മാനസികമായിട്ട് ശാന്തി ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവരുടെ ആ ഒരു വിഷമങ്ങളിൽ നിന്നൊരു മുക്തി അവർക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഏത് വാതിലാണോ അടഞ്ഞത് ആ വാതിൽ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായോ? ഇവിടെ ഡെഫിനറ്റ്ലി ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു വാതിലിൻ്റെ അകത്തുനിന്ന് ഒത്തിരി വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും അത് ഡിസർവ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ദൈവം ആ വാതിൽ അടച്ചത്. ആ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു ട്രാൻസ്ഫർമേഷൻ്റെ ആ ഒരു സമയമായിരുന്നു. നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പോലും പറ്റാത്ത ഒരു ട്രാൻസ്ഫർമേഷൻ ആയിരുന്നു അത്. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് റീകവറി ഉണ്ടാവുക എന്നുള്ളത് വളരെ കഷ്ടമായിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ ദൈവം ആ ഒരു വഴി തന്നെ അടച്ച് നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഇവിടെ ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഈ ഒരു ഞാൻ പറഞ്ഞ റീഡിങ്ങിൽ പറഞ്ഞ കാര്യം ഒരു കാര്യമെങ്കിലും തെറ്റായിട്ടുള്ള കാര്യമാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പറയാം. ഇല്ല എങ്കിൽ നിങ്ങൾ 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്തിട്ട് നിങ്ങൾ ഈശോനോട് ചോദിച്ചോളൂ, ഈ റീഡിങ്ങിൽ പറഞ്ഞ കാര്യം സത്യമാണോ അല്ലയോ എന്ന്. അപ്പം നിങ്ങളുടെ ഏഞ്ചൽസ് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദൈവം നിങ്ങൾക്ക് ആൻസർ തരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും രീതിയിലൊരു വാതിൽ അടഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇനി നിങ്ങൾക്ക് വീണ്ടും ഒരേ പാറ്റേൺ അനുഭവിക്കേണ്ടി വരത്തില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ലഭിക്കുന്നതാണ്. ഒരു കാര്യത്തിൽ നിങ്ങൾ സന്തോഷിക്കും, ഇനി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ടവർ മൂവ്മെൻറ്റ് അനുഭവിക്കേണ്ടി വരത്തില്ല. അത്രമാത്രം അനുഭവിച്ച ആൾക്കാരാണ് നിങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് ടവർ മൂവ്മെൻറ്റിൽ നിന്ന് മുക്തി ലഭിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ടവർ മൂവ്മെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വളരെ വേദനാജനകമായിരുന്നു. അതോട് ആ ഒരു ടവർ മൂവ്മെൻറ്റോടുകൂടി നിങ്ങളുടെ ആ ഒരു വാതിൽ അടഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു ടവർ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ. ഇവിടെ ടവർ അല്ലെങ്കിൽ ട്രാൻസ്ഫർമേഷൻ ഈ 2 കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി ലഭിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ജീവിതത്തിൽ എന്താണ് ബാക്കിയുള്ളത് എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ശാന്തിയും സമാധാനവും ആണ് ബാക്കിയുള്ളത്. പിന്നെ ജീവിതം കുറച്ചും കൂടെ റിലാക്സായി മാറുന്നു. ഇവിടെ വീണ്ടും വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഒരു സത്യം വരുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്ത് സത്യമാണോ നിങ്ങളുടെ മുന്നിൽ വരുന്നത് ആ ഒരു സത്യം നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് കൊണ്ടുവരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിൽ പേടിയുണ്ട്. നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ചതുരംഗത്തിൻ്റെ ആ ഒരു കളി ലാസ്റ്റ് പോയിന്റിൽ വന്ന് നിൽക്കത്തില്ലേ, അതേപോലെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ വിജയം നിങ്ങൾക്കായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ തോറ്റുപോയി എന്നുള്ള ഫീലിംഗ് ആയിരിക്കും. പക്ഷേ ലാസ്റ്റ് നിങ്ങൾ തന്നെയായിരിക്കും വിജയിക്കുന്നത്. നമ്മളെ തോൽപ്പിക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും നമ്മൾ സത്യത്തിൻ്റെ മാർഗത്തിൽ കൂടെ പോകുന്നവരാണ് എങ്കിൽ ഉറപ്പായിട്ടും ലാസ്റ്റ് വിജയം നമുക്ക് തന്നെയായിരിക്കും. ഇവിടെ എന്തായാലും നിങ്ങളുടെ ലൈഫ് ഇനി ടവർ മൂവ്മെൻറ്റിൽ നിന്ന് പുറത്ത് വന്ന് വളരെ നല്ല ഒരു ലൈഫ് നിങ്ങൾ ജീവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സണ്ണിൻ്റെ ആ ഒരു എനർജി പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരു വലിയൊരു കൊടുങ്കാറ്റ് പോയി, ഒരു ഇരുട്ട് പോയി, ഒരു വെളിച്ചം വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എല്ലാം കഴിഞ്ഞിട്ട് ഒരു റിലാക്സേഷൻ ഉണ്ടാവത്തില്ല. അവസാനമെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരു ശാന്തി സമാധാനം വന്നല്ലോ, അത് മതി എനിക്ക്. അങ്ങനൊരു റിലാക്സേഷൻ നിങ്ങൾക്കും ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ഒരു സമാധാനവും ശാന്തി കുറച്ച് നേരത്തേക്ക് വേണ്ടിയല്ല, ജീവിതം കാലം മുഴുവനും ഈ ഒരു സമാധാനവും ശാന്തി നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഞാൻ ഉറപ്പായിട്ടും പറയുകയാണ്, നിങ്ങളുടെ സൂര്യോദയം ഉണ്ടായിക്കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
ഇവിടെ ഗ്രഹങ്ങളുടെ ആ ഒരു ദിശ മഹാദിശ കാലം നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നതായിട്ട്, അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഹാപ്പിനെസ് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ മറിഞ്ഞിരിക്കുന്ന ശത്രു നിങ്ങളുടെ മുന്നിൽ വരുന്നത്, അതായത് ആ ഒരു വ്യക്തിയുടെ കള്ളത്തരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്, നിങ്ങളുടെ ലൈഫിലെ സന്തോഷം എന്താണോ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ഇത്രമാത്രം നിങ്ങൾ സന്തുഷ്ടരാകും, അതിനൊരു സീമ ഉണ്ടാവത്തില്ല. ആ രീതിയിൽ നിങ്ങൾ സന്തുഷ്ടരാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളോട് ആരെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സണ്ണിൻ്റെ എനർജി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ ഒരു കള്ളത്തരം നിങ്ങളുടെ നേരെ ആരാണോ കള്ള ആരോപണം ചെയ്ത് ആരോപണം മാറ്റുന്നു. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി അതിലൊരു ഗ്രോത്ത് ഉണ്ടാവുന്നില്ല എങ്കിൽ സണ്ണിൻ്റെ എനർജി ആ ഒരു തടസ്സപ്പെട്ടിരിക്കുന്ന ഗ്രോത്ത് നിങ്ങൾക്ക് നല്ലതായിട്ട് മാറ്റുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ബ്ലൂ കളറിൻ്റെ ആ ഒരു എനർജി പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ന്യായം ഉണ്ടാവുക തന്നെ ചെയ്യും, സത്യം വിജയിക്കുക തന്നെ ചെയ്യുമെന്നാണ്. ഇവിടെ ഏഴാമത്തെ ചക്രയും ആക്ടിവേറ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ആജ്ഞേയ ചക്ര നിങ്ങളോട് എന്തോ പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഈ സമയം ഭയങ്കരമായിട്ട് പവർഫുൾ ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. 3 തൊട്ട് 5 മണിക്കുള്ളിൽ നിങ്ങൾ എന്ത് സ്വപ്നമാണോ കാണുന്നത് അതിൽ നിങ്ങളുടെ എന്തെങ്കിലും ജീവിതമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചോദ്യത്തിനുള്ള ഉത്തരം അതിലുണ്ടാകും. അങ്ങനെയുള്ള സ്വപ്നങ്ങൾ സത്യമായി മാറുകയും നിങ്ങളുടെ ഹിതത്തിന് വേണ്ടി അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് മനസ്സിനും ശാന്തിയും സമാധാനവും തരുന്ന സ്വപ്നങ്ങളായിരിക്കും നിങ്ങൾ കാണുന്നത്. അത് ഉറപ്പായിട്ടും സത്യമാവുകയും ചെയ്യുന്നതാണ്. ഇനി സന്തോഷം നിങ്ങളുടെ ലൈഫിൽ കൂടുതലായിട്ട് ഉണ്ടാകും. സങ്കടം പതുക്കെ പതുക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈശ്വരൻ നിങ്ങളോട് പറയുന്നത് ചില കാര്യങ്ങൾ മറന്നിട്ട് ലൈഫിൽ മുന്നോട്ട് പോകാനാണ് നിങ്ങളോട് പറയുന്നത്. ഒരിടത്തും സ്റ്റക്കായിട്ടിരിക്കാൻ പാടില്ല. പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ച് അതായത് എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി അവസാനിപ്പിച്ചു ദൈവം, ആ ഒരു അവസാനിപ്പിച്ച കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ പോകരുത് എന്നാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ ചില സമയം മോശം സംഭവിക്കുന്നത് നല്ലതിന് വേണ്ടിയായിരിക്കും, അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് നല്ലതായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക, മോശമായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക, നല്ലതായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. ഇവിടെ ആര് നിങ്ങളുടെ കൂടെ മോശം ചെയ്താലും ദൈവം അവരെ വിട്ട് കളയത്തില്ല, അവർക്ക് ശിക്ഷ ഉറപ്പായിട്ട് ലഭിക്കും. അതുകൊണ്ട് നടന്നുപോയ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കാതെ മുന്നോട്ട് പോവുക. നിങ്ങൾ ആരുടെയെങ്കിലും കള്ളത്തനം നിങ്ങളുടെ മുന്നിൽ വരുന്നെങ്കിൽ വരട്ടെ എന്ന് വിചാരിക്കുക. നിങ്ങൾ നിശ്ചയദാർഢ്യത്തോടു കൂടി നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങൾ വളരെ ശാന്ത ബിഹേവിയറോടു കൂടി മുന്നോട്ട് പോവുക. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ ശാന്തമായിട്ടിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് ഒരു വ്യക്തിയുടെ കള്ളത്തനം നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ എങ്ങനത്തെ വ്യക്തിയാണെന്നും നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നവരാണെന്നും എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അത് സത്യമായ കാര്യമല്ലേ. ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾ ആരുടെ മുമ്പിലും നിങ്ങൾ സത്യത്തിൽ എന്താണോ അത് പറയാൻ പോവണ്ട. അത് സമയം കാലക്രമേണ അതെല്ലാവരുടെ മുന്നിൽ കൊണ്ടുവരും. നിങ്ങൾക്കറിയാമല്ലോ സത്യം എന്താണെന്ന്, അത് നിങ്ങൾ ഉള്ളിൽ വച്ചേക്കുക. ഞാൻ ഇങ്ങനത്തെ ആളാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ആളാണെന്ന് ആരോടും പറയാൻ പോകണ്ട. അത് കാലക്രമേണ ഈശ്വരൻ തന്നെ കാണിച്ചു കൊടുക്കും എല്ലാവർക്കും. ഇവിടെ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ഗിൽറ്റ് സംഭവിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരാളുടെ സത്യവും ഒരാളുടെ കള്ളവും പുറത്ത് വരുമ്പോൾ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ഗിൽറ്റ് ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എപ്പോഴാണോ ഒരു വ്യക്തിയുടെ സത്യം ഭയങ്കരമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് ആ സമയം നിങ്ങൾക്ക് തോന്നും അതെ ഈ വ്യക്തിക്ക് ഒരു ഗിൽറ്റും ഇല്ലല്ലോ എന്ന്. ആ സമയം കള്ളം പുറത്ത് വരുന്ന സമയം ഈ വ്യക്തിയുടെ ഗിൽറ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. ഭയങ്കരമായിട്ട് ഇവർ ഗിൽറ്റ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ അത് ഇത്രമാത്രം ഗിൽറ്റ് ഉണ്ടാകും, അവർക്ക് സ്വന്തം മുഖം പോലും കണ്ണാടി നോക്കാൻ ഇഷ്ടമാവത്തില്ല. ആ രീതിയിലൊരു ഗിൽറ്റായിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്. അത്ര വലിയൊരു മിറാക്കിളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ഇതുവരെയും ഒരു വ്യക്തിക്ക് നിങ്ങളുടെ മനസ്സിലെ ഭാവം അറിയത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 2 മിറാക്കിളാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങൾ സെക്യൂറും സേഫുമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ മിറാക്കിളിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി അവസരങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇത്ര നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്, അത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ലൈഫിലെ എല്ലാ തീരുമാനവും ഇമോഷണലായിട്ട് ഒരിക്കലും എടുക്കാൻ പാടില്ല, കുറച്ച് പ്രാക്ടിക്കലും കൂടെ ആയിട്ട് നിങ്ങൾ എടുക്കണം എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അവസരങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്, പക്ഷേ കുറച്ചൊന്ന് ആലോചിച്ച് ചിന്തിച്ച് വേണം തീരുമാനം എടുക്കാൻ.
ഇവിടെ ഇന്ന് നിങ്ങളുടെ സ്ഥിതി എന്തായിക്കൊള്ളട്ടെ, ഫിനാൻഷ്യൽ മാറ്റർ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നം അല്ലെങ്കിൽ അടുത്തുള്ള ശത്രുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ശത്രു, പുറത്തുള്ള ശത്രു അല്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാർ, ഹെൽത്ത് ഇഷ്യൂ എന്തായിക്കൊള്ളട്ടെ നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് എന്താണ് ഇപ്പോൾ പറയുന്നത് അത് മാത്രം നിങ്ങൾ കേൾക്കുക. അത് നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് പറയാണ്, ഒരു അലർട്ട് ആയിട്ട് നിങ്ങൾ ഇരിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് പറയണമെങ്കിൽ നിങ്ങൾ അലർട്ടായി തന്നെ ഇരിക്കുക. ഇവിടെ നമ്മുടെ ചിന്തകൾ തെറ്റായി മാറുമ്പോഴാണ് നമ്മുടെ ആ ഒരു ഹൃദയം ഭയങ്കരമായിട്ട് ടിപ്പ് ടിപ്പ് എന്ന് അടിക്കുന്നതും നമ്മളോട് പറയുന്നതും നിങ്ങൾ തെറ്റായ വഴിയിൽ കൂടെയാണ് പോകുന്നത്, തെറ്റായ വഴി പോവരുത്, നേരായ വഴി പോവുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയം എന്താണോ നമ്മളോട് പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കുക. ഇത്ര മോശം സിറ്റുവേഷനിൽ നമ്മുടെ ഹൃദയം നമ്മളോട് പറയണം പേടിക്കേണ്ട, അലർട്ടായിട്ടിരുന്നാൽ മാത്രം മതി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അലർട്ടായിട്ടിരുന്നാൽ മാത്രം മതി. മുന്നത്തെയും കാട്ടി എത്രമാത്രം മാറ്റമുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു എനർജിക്ക്. കാരണം നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ പഴയതുപോലെ ഭയങ്കരമായിട്ട് ഇടിക്കുന്നില്ല. കാരണം നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ടാണ് ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിത സാഹചര്യം ഇപ്പോൾ നിങ്ങൾക്ക് ഫേവറായിട്ടായിരിക്കത്തില്ല ഉണ്ടാവുന്നത്. പക്ഷേ എങ്കിലും അവിടെ നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് പറയുന്നത് സമാധാനമായിട്ടോ ശാന്തമായിട്ടോ ഇരിക്കൂ എന്നായിരിക്കും. അതായത് ഈ ഒരു സമയവും കടന്നു പോകും, അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട എന്നായിരിക്കും നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് പറയുന്നത്. ഇവിടെ നെക്സ്റ്റ് ആരോ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിന്മേൽ കണ്ണ് വയ്ക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള രീതിയിൽ എല്ലാ രീതിയിലും അവർ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. തെറ്റായ സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആക്കാൻ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഈ വ്യക്തിയുടെ പ്ലാനിങ് ഇവർക്ക് തന്നെ മോശമായിട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ തെറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കിയിട്ട് ഇവർ തന്നെ അതിൽ പെട്ടുപോകുന്ന അവസ്ഥ, ഇവരുടെ ലൈഫിൽ അത് സ്വയം ക്രിയേറ്റ് ആവുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് താൻ കുഴിച്ച കുഴിയിൽ താൻ വീഴുന്നത് പോലെ. ഇവിടെ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ടൊരു അഹങ്കാരം തോന്നുകയാണ്. അവർ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നടന്നു എന്നുള്ള രീതിയിൽ. പക്ഷേ ബാക്കി പത്രം ഇനിയും ഉണ്ട്. അത് തീരുമാനിക്കുന്ന ദൈവമാണ്. അതിവർക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഉറപ്പായിട്ടും ദൈവം ന്യായം നിങ്ങളുടെ ലൈഫിൽ ചെയ്യുക തന്നെ ചെയ്യും ഈ വ്യക്തി റിലേറ്റഡ് ആയിട്ട്. ഇവിടെ ഈ വ്യക്തി നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ആഗ്രഹിച്ചു. ഇനി ഇവർ ടോട്ടലി ഒറ്റപ്പെടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ. കാരണം അത്രമാത്രം മോശം പ്ലാനിങ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇവർ കൊണ്ടുവന്നത് നിങ്ങളെ ഒറ്റപ്പെടുത്താനായിട്ട്. ഇവരുടെ ലൈഫിൽ അത്രമാത്രം ഇവർ ഒറ്റപ്പെടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സമാധാനത്തോടും ശാന്തിയോടും മുന്നോട്ട് പോവുക. ഒന്നും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു അവസാനം ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ വൈറ്റ് കളർ വസ്ത്രങ്ങൾക്കുള്ളായിട്ട് നിങ്ങൾ കാണുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇരുട്ട് മാറി ശാന്തി സമാധാനവും വരാൻ പോകുന്നു എന്നതാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആ മോശം ദൃഷ്ടി പതുക്കെ തന്നെ മാറുന്നതാണ് കാണാൻ സാധിക്കും. കാരണം അവർക്ക് പിന്നെ നിങ്ങളുടെ ലൈഫ് നോക്കാൻ സമയം കാണില്ല. അവരുടെ ലൈഫിൽ തന്നെ അവർ ഭയങ്കരമായിട്ട് വ്യവസ്ഥരായി മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം അവരുടെ ലൈഫിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ആവും. അപ്പോൾ നിങ്ങളുടെ ലൈഫ് നോക്കാൻ അവർക്ക് സമയം ഉണ്ടാവത്തില്ല. ഇവിടെ ഋതുക്കൾ മാറുന്നത് പോലെ, അതായത് കർക്കിടകം മാറി ചിങ്ങം വരാൻ പോകുന്നു. ചിങ്ങത്തിൽ നമ്മുടെ ഓണമാണ്. അതേപോലെ ഈ ഋതുക്കൾ മാറുന്ന അനുസരിച്ച് നിങ്ങളുടെ ആ ഒരു എനർജിയിലും നല്ലൊരു മാറ്റം, പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മളിനി പുതിയ വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ്, ചിങ്ങത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അതേപോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു ശൂന്യത്തിൻ്റെ അവസ്ഥ, അതായത് ഒരു ഫേസ് അവസാനിച്ചിട്ട് പുതിയ ഫേസിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട്, നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില പദ്ധതികൾ ദൈവത്തിന് നിങ്ങളുടെ മേലുണ്ട്. അത് സമയം പോകുന്നതനുസരിച്ച് അത് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്, അൺഫോൾഡ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിശ്ചയദാർഢ്യത്തോട് ഇരിക്കുക. നിങ്ങൾക്ക് ഒരിക്കലും പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇവിടെ നിങ്ങൾ മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയിരിക്കും ലഭിക്കുന്നത്. നിങ്ങൾക്ക് ആദ്യം തോന്നും ഈ വഴി എനിക്ക് പരിചയമില്ലാത്ത വഴിയാണല്ലോ എന്ന്. പക്ഷേ പതുക്കെ മുന്നോട്ട് പോകുമ്പോൾ ബ്ലെസ്സിങ് മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഒരു വഴി എന്ന് പറയുന്നത് നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വഴിയിൽ നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും ബ്ലെസ്സിങ്ങും സന്തോഷവും മാത്രമായിരിക്കും കാണാൻ പറ്റുക. നല്ല ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരും. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ബൗണ്ടറീസ് സെറ്റാക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഒരു സ്ഥിതിയിൽ തന്നെ ബന്ധിച്ചതായിട്ട് നിങ്ങൾക്ക് ഇരിക്കേണ്ടി വരത്തില്ല. ഒരു ഫ്രീ ആയിട്ടുള്ള അവസ്ഥയാണ് ഇനി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഡയറക്ഷനിൽ നിങ്ങൾ കോൺഫിഡൻസ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പുതിയ വഴി ദൈവം നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതം ദൈവം സുന്ദരമാക്കി മാറ്റുവാൻ പോകുകയാണ്.
ഇവിടെ നിങ്ങൾ 888, 888ൻ്റെ എനർജി കാണുന്നുണ്ടെങ്കിൽ മനസ്സിൽ ഭയങ്കരമായിട്ട് എന്തോ കാര്യത്തിന് ചിന്ത നിങ്ങൾക്കുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു രീതിയിലുള്ള ചിന്ത നിങ്ങൾക്ക് വേണ്ട എന്നാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ നമ്മൾ എന്തൊക്കെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയും ചില വ്യക്തികൾക്ക് വേണ്ടി ചെയ്താലും അതിൽ ചിലപ്പോൾ നമുക്കൊരു റിക്കവറി ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് ഡിസർവ് അല്ലാത്ത കാര്യം ദൈവം നമ്മളിൽ നിന്ന് എടുത്തു എന്ന് വിചാരിക്കുക. അതിലൊരു റിക്കവറി ഇനി ഉണ്ടാവത്തില്ല എന്ന് വിചാരിച്ച് സമാധാനിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളിങ്ങനെ വിഷമിക്കരുത് എന്നാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ ആർക്കേഞ്ചൽ റാഫേലിൻ്റെ എനർജി പറയുന്നത് നിങ്ങളുടെ കർമ്മം നല്ലതാണ്. അതുകൊണ്ട് ഒരു കാര്യവും ആലോചിച്ച് നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ എന്ത് കാര്യമാണോ അത് നടക്കുന്നതാണ് എന്നാണ് ഈ ആർക്കേഞ്ചൽ റാഫേൽ പറയുന്നത്. 8 നമ്പറിൻ്റെ ആ ഒരു എനർജി നിങ്ങളുടെ കർമ്മം നല്ലതായതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനോകാമനകൾ നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതോടെ എല്ലാവർക്കും ബൈ. ഓ നമസ്തേ. താങ്ക് യു സോ മച്ച്.